സ്വതക് അഥവാ ദാനധർമ്മം ചെയ്യുന്നവരെ 7 കതിരുകൾ മുളപ്പിച്ച വിത്തിനോടാണ് ഖുർആൻ ഉപമിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതിൽ ഓരോ കതിരും 100 ധാന്യങ്ങൾ വിതക്കുമെന്നും ഖുർആൻ വിവരിക്കുന്നു. സദ്ക നമ്മുടെ സമ്പത്തിനെ ചുരുക്കുകയില്ലെന്ന് റസൂലുള്ളാഹ് പറഞ്ഞിട്ടില്ലേ? അസ്സലാമു അലൈക്കും. സദ്കയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥ നമുക്കിവിടെ കേൾക്കാം. ഷാഹിനത്ത, സുബഹി കഴിഞ്ഞ് നേരം വെളുക്കുന്നതേ ഉള്ളൂ. അതിരാവിലെ പുറത്തു നിന്നുള്ള നീട്ടിവിളി കേട്ട് ഷാഹിന അല്പം സംശയത്തോടെ നോക്കി. അപ്പുറത്തെ വീട്ടിലെ അപ്പുവാണ്, കുട്ടുവിന്റെ ചങ്ങാതി. അവൾ ജനൽ പാളിയിലൂടെ നോക്കി. എന്താ മോനെ? അവൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. അത് ഇത്ത. ഉമ്മ പറഞ്ഞു ഇത്തക്ക് കൊണ്ടുവന്നു കാണിക്കാൻ. അവൻ അത് പറഞ്ഞപ്പോഴാണ് അവൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ഷാഹിന ശ്രദ്ധിച്ചത്. ഇത് കുട്ടുവിൻ്റേതല്ലേ? പെരുന്നാൾ ഡ്രസ്സിന്റെ കൂടെ വാങ്ങിച്ചത്. തന്റെ സഹോദരന്റെ മകളുടെ വിവാഹത്തിനിട്ടു കൊടുക്കാം എന്ന് കരുതി വാങ്ങിച്ചതാണ്. ഇതെങ്ങനെ ഇവൻ? അവൾ ആലോചിച്ചു കൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, ഈ വർഷവും പെരുന്നാൾ കുപ്പായം ഇല്ലാന്ന് കരുതിയതാണ്. ഇത്ത ഈ കുപ്പായം തന്നില്ലായിരുന്നെങ്കിൽ. പെരുന്നാൾ കുപ്പായം വാങ്ങാൻ വേണ്ടി ഞാൻ കാദർഖാന്റെ കടയിൽ പണിക്ക് കയറിയതാണ്. ഉമ്മാക്ക് പണിച്ചോണ്ട് ആ പൈസയൊക്കെ അങ്ങനെ പോയി. അപ്പോഴാ കുട്ടു എനിക്ക് കൂടി ഇങ്ങൾ ഡ്രസ് എടുത്തത് പറഞ്ഞു കൊണ്ടുതന്നത്. അപ്പോഴാണ് ഷാഹിനാക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അവന്റെ മുന്നിൽ ചിരിച്ച് ഉള്ളിലെ ദേഷ്യം പുറത്തു കാട്ടാതെ അവൾ മെല്ലെ പറഞ്ഞേച്ചു. ഡാ കുട്ടു, അവൾ ദേഷ്യത്തിൽ വിളിച്ചു. അവൻ പെരുന്നാൾ നിസ്കാരത്തിന് പോകാൻ റെഡിയാവുകയാണ്. നിന്നോട് ആരാ പറഞ്ഞേ ഞാൻ അലമാരയിൽ വെച്ച ഡ്രസ് എടുത്തു കൊടുക്കാൻ? കുട്ടു ഒരു ചെറുചിരിയോടെ പറഞ്ഞു. ഉമ്മ ഓന്റെ സന്തോഷം കണ്ട. ആ കുപ്പായം അലമാരയിൽ വെച്ചാൽ ഈ സന്തോഷം കാണാൻ പറ്റുമോ? ഞാനത് ഷംസിയുടെ വിവാഹത്തിന് കരുതിയതാണ്. ഇനി വേറെ പുതിയ കുപ്പായമൊന്നുമില്ല. അവൻ ഉമ്മയുടെ അടുത്തേക്ക് നീങ്ങി. അതിന് ഞാൻ ഈ പെരുന്നാൾ കുപ്പായം തന്നെ ഇടാം ഉമ്മ. അവന്റെ ബാപ്പ ഉണ്ടായിരുന്നേ, അവനും പുതിയ കുപ്പായം വാങ്ങിക്കാമായിരുന്നു. ബാപ്പ പെട്ടെന്ന് മരിച്ചതോടെ അവന്റെ ഉമ്മയും തളർന്നു. പാവം, അവൻ എന്റെ ചെറുപ്പം തൊട്ടുള്ള കൂട്ടുകാരനല്ലേ. എന്റെ ബാപ്പയ്ക്കായിരുന്നു വല്ലതും പറ്റിയതെങ്കിൽ നമ്മളും വല്ലാതെ കഷ്ടപ്പെടുമായിരുന്നില്ലേ ഉമ്മ? ഷാഹിനയുടെ മനസ്സിൽ വെള്ളിടി വെട്ടി. അങ്ങനെ ഒരവസ്ഥ അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. യാ അല്ലാഹ്, അങ്ങനെ പറയല്ലേ. അവൾ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു. ഉമ്മയെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, മനസ്സിലാവാൻ പറഞ്ഞതാണ്. അവൻ പറഞ്ഞ് തെല്ല് നിർത്തി. ഉമ്മ, സദക്കൊണ്ട് സമ്പത്ത് ചുരുങ്ങുകയില്ലെന്ന് അല്ലേ റസൂൽ പറഞ്ഞത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ മകൻ കുട്ടു ഇപ്പോ വലിയ ആളെപ്പോലെ സംസാരിക്കുന്നു. അവൾ അവന്റെ തല തടവി. താനും ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു. പിന്നെ ജീവിത പ്രയാസങ്ങൾ ഏറി വന്നതോടെ സ്വന്തം കാര്യം മാത്രം നോക്കി നീങ്ങലായി. യാ അല്ലാഹ്, അവൻ ചെയ്ത അമലിന്റെ പുണ്യം മനസ്സിലാക്കാതെ ഞാൻ അവനെ വഴക്ക് പറഞ്ഞല്ലോ. അവൾ മനപ്രയാസപ്പെട്ടു. അപ്പോഴാണ് അവൾ സയ്യിദിന്റെ ശബ്ദം കേട്ടത്. സയ്യിദ് വീട്ടിലേക്കുള്ള പെരുന്നാളിന്റെ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോയതായിരുന്നു. സാധനങ്ങൾ സയ്യിദിന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു, എന്തു പറ്റി? കയ്യിൽ 5ന്റെ പൈസയില്ലാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ കുറെ സാധനമുണ്ടല്ലോ. അപ്പോൾ സയ്യിദ് പറഞ്ഞു, അതെ, എനിക്ക് നല്ലൊരു ഓർഡർ കിട്ടി. അതിന്റെ അഡ്വാൻസ് തുക പെരുന്നാളായതുകൊണ്ട് മുന്നേ തന്നു. അവൾ ഒന്നും പറയാനാവാതെ സ്തബ്ധയായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോഴേക്കും കുട്ടു പെരുന്നാൾ നിസ്കാരത്തിന് പോകാൻ തയ്യാറായി വന്നു. അവൾ മകനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. എന്റെ മോന്റെ സ്വതക്ക അല്ലാഹു സ്വീകരിച്ചു. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ട് സയ്യിദ് കാര്യം തിരക്കി. എല്ലാമറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, തീർച്ചയായും നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും പ്രതിഫലമുണ്ട്. എന്റെ റബ്ബ് നിനക്ക് തക്കതായ പ്രതിഫലം നൽകിയനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റിലും അപ്പുവിനെ പോലെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. എന്നാൽ നമുക്ക് കണ്ണു തുറന്ന് അവരെ നോക്കാൻ മടിയാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുമ്പോഴേക്കും നമ്മുടെ വിഷമങ്ങളും പ്രാരാബ്ധങ്ങളും ഇബ്ലീസ് മനസ്സിലേക്ക് ഇട്ടുതരും. അതോടെ നമ്മൾ ഉൾവലിയും. നിനക്കുള്ളതിൽ നിന്ന് നീ മറ്റുള്ളവൻ കൊടുക്കുമ്പോഴാണ് റഹ്മത്തിന്റെ വാതിലുകൾ റബ്ബ് തുറന്നു തരുന്നത്. സ്വതക്ക ഭക്ഷണത്തിലും സമ്പത്തിലും വിശാലത നിറക്കുക മാത്രമല്ല, ആയുസ് ദീർഘിപ്പിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുഗന്ധം നിറച്ച കാറ്റ് പോലെ നിങ്ങൾക്ക് ചുറ്റും പ്രയാസപ്പെടുന്നവരിലേക്ക് നിങ്ങൾ സഹായമെത്തിക്കുകയെന്ന സന്ദേശം നൽകിക്കൊണ്ട് ഈ കഥ ഇവിടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.